സന്ദേശം. ബാബയുടെ അടുത്ത് ഇന്ന് സദ്ഗുരുവാർ ദിവസത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാരുടെയും സ്നേഹം നിറഞ്ഞ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് ബാബയുടെ സമീപത്ത് എത്തിച്ചേർന്നു. ബാബയുടെ സമീപത്ത് എത്തിച്ചേർന്നപ്പോൾ ബാബയോട് പറഞ്ഞു, ബാബ, ഇന്ന് പല കുട്ടികളുടെയും പല ആത്മാക്കളുടെയും വിശേഷ ഓർമ്മകൾ ഉണ്ട്. ആ ഓർമ്മകളുമായാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ബാബ ഒരു നിമിഷം പുഞ്ചിരിച്ചു. പിന്നെ ബാബയോട് വിശേഷിച്ച് ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ കാര്യം സംസാരിച്ചു. ബാബ പറഞ്ഞു, ബാബയുടെ വീട്, ബാബയുടെ ഈ സ്ഥാനം, വിശേഷിച്ച് ഒരു ദിവസം എല്ലാ ആത്മാക്കൾക്കും വേണ്ടി വിശേഷ വരദാനങ്ങളുടെ സ്ഥാനവും പ്രാപ്തിയുടെ സ്ഥാനവും ശാന്തിയുടെ സ്ഥാനവും ആവുക തന്നെ വേണം. ബാബ സാകാരത്തിലൂടെയും അവ്യക്ത രൂപത്തിലൂടെയും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞ് തന്നിട്ടുണ്ട്. ഒരു ദിവസം എല്ലാ ധർമ്മ നേതാക്കളും രാജനേതാക്കളും, അതായത് രാഷ്ട്രീയക്കാരും സാധു സന്യാസിമാരും എല്ലാവരും ഒരേ സ്റ്റേജിൽ ഒരേ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പറയും, ഇത് തന്നെയാണ്. ബാബ പറഞ്ഞു, ഇതും ഇപ്പോൾ അന്തിമ സമയത്തെ അടയാളങ്ങൾ കാണപ്പെടുന്നത് പോലെയാണ്. ഇതും സൂക്ഷ്മത്തിൽ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ബാബ പറഞ്ഞു, കുട്ടി, ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ബാബയുടെ വീട്ടിൽ ഏതൊരു കാര്യം നടക്കുമ്പോഴും വലിയവരായ ആരെല്ലാം വരുന്നുവോ അതെല്ലാം ആർക്ക് വേണ്ടിയാണ് നടക്കുന്നത്? ഞാൻ പറഞ്ഞു, ബാബ അങ്ങ് തന്നെ രഹസ്യം പറഞ്ഞു തരണം. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ലോകത്തുള്ളവർ ലോകത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, സമയം നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വർത്തമാന സമയത്ത് ബാബയുടെ യജ്ഞത്തിൽ, ബാബയുടെ വീട്ടിൽ ഏതെല്ലാം കാര്യവ്യവഹാരങ്ങളാണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം കൊണ്ടുവരാനാണ്. കാരണം ബാബയുടെ കുട്ടികളായ നിങ്ങളേവരും വിശേഷിച്ച് ബാബയുടെ ഈ കാര്യത്തിൽ വളരെയധികം സ്നേഹിയും സഹയോഗിയുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ബാബയും കണ്ടുകൊണ്ടിരിക്കുന്നു, ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ വദനവാസികളായ നമ്മുടെ ആദിരത്നങ്ങൾ എല്ലാവരും ആ ദിവസത്തിൻ്റെ കാത്തിരിപ്പിലാണ്. ബാബ വളരെ സ്നേഹത്തോടെ കേൾപ്പിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, ബാബയുടെ വീട്, ബാബയുടെ ഈ സ്ഥാനം വരാൻ പോകുന്ന സമയത്ത് വളരെയധികം ലോകർക്ക് അനുഭൂതി ഉണ്ടാക്കിക്കുന്ന സ്ഥാനമാണ്. പിന്നെ ഇന്ന് വദനത്തിൽ രത്തൻ മോഹിനി ദാദിജി ഇരിക്കുന്നുണ്ടായിരുന്നു. ദാദിയും വളരെ സ്നേഹത്തോടെ നോക്കുകയായിരുന്നു, തൃപ്തമാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ദാദി പറഞ്ഞു, ശാന്തിവനത്തിലും മധുബനിലും എല്ലാം ശരിയായി ഇരിക്കുകയാണോ? ഞാൻ പറഞ്ഞു, എല്ലാം ശരിയായിരിക്കുന്നു. താങ്കൾ ഏവരുടെയും ബാബയുടെയും ഛത്രഛായയിൽ പാലിക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാബ പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് കുട്ടി ആരുടെയെല്ലാം ഓർമ്മകളുമായി എത്തിച്ചേർന്നിരിക്കുകയാണോ, ബാബ ആ ആത്മാക്കളെ അഥവാ ആ കുട്ടികളെ വിശേഷ രൂപത്തിൽ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, സംഗമയുഗത്തിൽ ബാബയുടെ വീട്, ബാബയുടെ സെന്റേഴ്സ് മധുബൻ, ഇത് അങ്ങനെയുള്ള ഒരു സ്ഥാനമാണ്. അവിടെ ഏതൊരു ആത്മാവ് പോയാലും, ബാബയുടെ വീട്ടിൽ നിന്നായാലും സെന്ററിൽ നിന്നായാലും എവിടെ നിന്നായാലും, ബാബ അവരെ വദനത്തിൽ എമർജ് ചെയ്ത് ആ ആത്മാക്കളെ തൃപ്തരാക്കുന്നു. ബാബ പറഞ്ഞു, കുട്ടി,
ഇതും ബാബ സംഗമയുഗത്തിൽ കുട്ടികൾക്കായി നൽകിയിരിക്കുന്ന പാർട്ടാണ്. ബാബ എമർജ് ചെയ്യുന്നു. ബാബ പറഞ്ഞു, എൻ്റെ കുട്ടികൾ സാകാര രൂപത്തിലും അവ്യക്ത രൂപത്തിൽ നിന്നും ഓരോ പ്രകാരത്തിലും നിറഞ്ഞവരായി പോകണം. നിറഞ്ഞവരായി വേണം ബാബയുടെ മുന്നിൽ നിന്നും പോകാൻ. ബാബയുടെ ഉള്ളിൽ സദാ ഈ കുട്ടികളെ പ്രതി ശുഭഭാവന ഉണ്ട്. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബ ഇന്ന് ഏതെല്ലാം ആത്മാക്കളെ പ്രതിയുള്ള വിശേഷ ഭോഗായിരുന്നുവോ അവരെയും വളരെ സ്നേഹത്തോടെ എമർജ് ചെയ്തു. പിന്നെ ബാബ വിശേഷിച്ച് എല്ലാവരുടെ മേലും കൈവീശിക്കൊണ്ട് ദൃഷ്ടി നൽകിക്കൊണ്ട് ബാബ എല്ലാവർക്കും വളരെയധികം ഹൃദയപൂർവമുള്ള സ്നേഹസ്മരണകൾ നൽകി. ശുക്ല ബഹന്റെയും ഓർമ്മകൾ നൽകി. ബാബ പറഞ്ഞു, ഈ കുട്ടിയും വിശേഷിച്ച് ഗുപ്ത രത്നമാണ്. ഈ കുട്ടിയെ സാകാരത്തിൽ എന്തു ചെയ്താലും ഗുപ്ത രീതിയിൽ ഈ കുട്ടി തൻ്റെ വളരെയധികം ശ്രേഷ്ഠ ഭാഗ്യം ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബ വളരെയധികം സ്നേഹത്തോടെ സ്നേഹസ്മരണകൾ നൽകി. എല്ലാവർക്കുമുള്ള സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.